സംസാരം ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചിക്കൻ്റെ വെറൈറ്റി ഡിഷുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പം ആ രീതിയിലുള്ള മസാലകളൊന്നും ചേർക്കാത്ത മല്ലിപ്പൊടി, മുളക് പൊടി അതുപോലുള്ള മസാലകളൊന്നും ചേർക്കാതെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഡിഷാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കുന്നത്. ചെറുനാരങ്ങ നീരും അതുപോലെ തൈരും കുരുമുളകും ഒക്കെ ചേർത്ത് നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കി ഞങ്ങൾക്കൊരു സബ്സ്ക്രൈബ് പറഞ്ഞു തന്നതാണ്. ഞങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, നിങ്ങൾക്കും ഇഷ്ടമാവും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ചിക്കൻ നമുക്കെടുത്ത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 500 ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ തൈര്, 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്ത് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നാരങ്ങാനീരും തൈരും ഒക്കെ നന്നായിട്ട് തിരുമ്മി ഈ ചിക്കനിലോട്ട് പിടിപ്പിക്കണം. എന്നിട്ട് 1 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ഈ നാരങ്ങയുടെയും തൈരിൻ്റെ ഒക്കെ ആ നല്ലൊരു ടേസ്റ്റ് ഈ ചിക്കനിലോട്ട് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റേതായി നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാൻ വെക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ ബട്ടർ. ഇപ്പോൾ ചൂടായിട്ടുണ്ട്, എണ്ണയും ബട്ടറും എല്ലാം ഒന്ന് ഉരുകി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ഏലക്ക, 3 ഗ്രാമ്പൂ, 2 പീസ് കറുവാപ്പട്ട, ഒരു 10-15 മണി കുരുമുളക്. അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ്റെ ഓരോ പീസുകളിട്ട് നമുക്ക് മറിച്ചിട്ടും തിരിച്ചിട്ടുമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ ഓരോ പീസുകൾ എടുത്തെടുത്ത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ചിക്കൻ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവി അല്പം ബാക്കി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നീട് അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് മറിച്ചും തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അഞ്ച് മിനിറ്റ് ആകുന്നവരെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച ഈ ഗ്രേവി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്നുകൂടി മറിച്ചിടാം. ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 4 പച്ചമുളക് നടുവേ കീറിയത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റോളം നമുക്കത് കുക്ക് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് നന്നായിട്ട് വേവുന്നുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടി, വെള്ളമൊക്കെ ഉണ്ടോയെന്ന് പറ്റുകയെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ഏകദേശം 10 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കിയ ശേഷം ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് നമുക്ക് റെഡി ആയൊന്ന് നോക്കാം. ചിക്കൻ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരല്പം ഗരം മസാല നമുക്കൊന്ന് തൂളി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതിയാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം.
അപ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള ഈ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്മെല്ലാണ് വരുന്നത്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ഫ്രൈകളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ചിക്കൻ 65 അങ്ങനെയുള്ള ഒരുപാട് ഫ്രൈകൾ നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ മസാലകൾ ചേർത്താണ്. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടി അതുപോലെ എല്ലാം മസാലകൾ ചെയ്ത ഫ്രൈകളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഇതിൽ മസാലയൊന്നും ചേർത്തില്ല. പേരിന് നമ്മൾ ഗരം മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ ആ നീരും ആ തൈരും ആ കുരുമുളകും ഒക്കെ ചേർത്തുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നോർത്ത് ഇന്ത്യ ആർക്കും ഇഷ്ടപ്പെടും. നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയത് എങ്കിൽ പോലും നമ്മൾക്കത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങളിവിടെ ഉണ്ട് നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡിഷാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. ബൈ.